ഇതാണ് ഞങ്ങളുടെ ടൈറ്റിൽ ക്യാരക്ടർ, പേര് അവറാച്ചൻ. ഇനി ഞാൻ ഗണപതിനെ കൂടെ ഒന്ന് ക്ഷണിക്കുവാണ്. ഇത് ജയ്മോൻ, അവറാച്ചന്റെ മകനാണ്. ഒരു മകനൂടെ ഉണ്ട്, ശ്രീനാഥ് ബാസി. പുള്ളി എന്തോ ഒരു ബിസി ആയിട്ട് ടൈറ്റിൽ ക്യാരക്ടറായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള തിരക്കിൽ പുള്ളി വന്നില്ല. ഇനി ടൈറ്റിൽ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അവറാച്ചൻ ടൈറ്റിൽ ക്യാരക്ടറാണ്. ഓക്കെ. ശരിക്ക് ലിസ്റ്റിൻ ചേട്ടൻ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഒരാളെ കൂടി വിളിക്കണം. ആരെയാണ്? മലയാള സിനിമയിൽ നിരവധി ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ നോക്കുകയൊക്കെ ചെയ്ത ഡിക്സൺ ചേട്ടനെ സ്റ്റേജിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞു. കാരണം ഡിക്സൺ ചേട്ടൻ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഡിക്സൺ ചേട്ടൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടി ഒരുപാടുണ്ട്. ഈ ക്രൂവില് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളാണ് ഡിക്സൺ. ഡിക്സനാണ് ഇതിന്റെ നിർമ്മാണ നിർവഹണം നടത്തുന്നത്. അപ്പോൾ ഡിക്സൺ എന്തെങ്കിലും പറയണം. ശബ്ദം കേൾക്കണം. വിജേട്ടൻ പറഞ്ഞ ശബ്ദം കേൾക്കണം. എല്ലാവർക്കും നന്ദി. വന്ന് എല്ലാവരും കാണാൻ പറ്റിയിട്ട് നന്ദി പറയുന്നത്. ആശംസകൾ നേരുന്നതിന് വേണ്ടി ഞാൻ നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്ന മാജിക് ഫ്രെയിംസിന്റെ മറ്റൊരു ചിത്രമാണ് സുരാജേട്ടൻ ഹീറോ ആയിട്ടുള്ള ചിത്രം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഉടൻ റിലീസാണ്. ചിത്രം സംവിധായകൻ അമീർ പള്ളിക്കലിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നതിന് കൈയടി കൊടുത്തോടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുകയാണ്. എൻ്റെ സിനിമ ED നമ്മുടെ മാജിക് ഫ്രെയിംസിൻ്റെ 31ാമത്തെ പ്രൊഡക്ഷനായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 5 മാസങ്ങൾക്കകം തന്നെ 6ഓളം സിനിമകൾ അനൗൺസ് ചെയ്തതും അല്ലാത്തതുമായി ഇപ്പോൾ 35ാമത്തെ പ്രൊഡക്ഷൻ്റെ പൂർത്തിയിലാണ് നമ്മളുള്ളത്. വിജേട്ടൻ നമുക്ക് ഇതിനു മുമ്പ് നമ്മളെല്ലാവരെയും പല റോളുകൾ ചെയ്ത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, നമ്മളെല്ലാം അമ്പരിപ്പിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഈ സിനിമയും നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സിനിമയായി മാറുമെന്ന് ഉറപ്പുണ്ട്. അങ്ങനെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത്രയും ക്യാമറയും ഇത്രയും ആൾക്കാരെയും കണ്ടതുകൊണ്ട് നമ്മുടെ സിനിമ, ഒരു കുഞ്ഞു സിനിമ ED ഡിസംബർ 20-ാം തീയതി റിലീസാവുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും.